അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നത്. കാര്യം മറ്റൊന്നുമല്ല, മുമ്പ് ഞാൻ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുറച്ച് വർക്കിൻ്റെയും കാര്യങ്ങൾ, അതിൻ്റെ കുറേ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിന്യൂസ്ലി വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഇതിനകത്താണെങ്കിൽ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിടുമ്പോഴത്തേക്കിന് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യാനും പറ്റണമെന്നില്ല. കാരണം അതുപോലെ തിരക്കും സമയത്തിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടുത്ത പേരുകളിൽ ജയസൂര്യ, റിയാസ് ഖാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ടിട്ടിരുന്ന ആ ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആരോപണങ്ങൾ വീണ്ടും വന്നു, ഒരുപാട് ഇരകൾ വീണ്ടും മുന്നോട്ട് വന്നു. പല പല കാര്യങ്ങൾ, ഞെട്ടിക്കുന്ന കുറേ സംഭവങ്ങളും എന്നാൽ കുറേ കോമഡി ഉണ്ടാക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം എനിക്ക് ജോലിയുടെ തിരക്കായിരുന്നെങ്കിൽ പോലും ആണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് മാക്സിലൂടെ ശനിദശ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ഡിബേറ്റിൽ ഞാൻ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓരോ എപ്പിസോഡ് ഇറങ്ങുമ്പോഴും ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ അതിൻ്റെ ഓരോ എപ്പിസോഡ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കാണാനുള്ളവർക്ക് അതിനകത്ത് പോയിട്ടാണെങ്കിലും കാണാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു വിഷയം വന്നതിന് ശേഷം, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇന്നേ വരെ ഇതിനകത്തുനിന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ള നടന്മാരാര്, അല്ലെങ്കിൽ ആ ഒരു നടന്മാരുടെ പേരെന്ത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാര്യം മലയാള സിനിമയിലെ നടന്മാർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുകളില്ല. ഇപ്പോഴും ഈ ഇത്രയും ചർച്ചാ വിഷയമായിക്കൊണ്ട് നടന്നിരിക്കുന്ന ഈ പേരുകൾ എന്ന് പറയുന്നത് ഈ ഇരകൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ വന്ന് പറഞ്ഞിട്ടുള്ള പേരുകൾ മാത്രമാണ്. അതും ആരോപണങ്ങൾ മാത്രം, തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല, മീഡിയാസിന്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ള പേരുകൾ മാത്രമാണ്. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇരകൾക്ക് പോലും പരാതിയില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത് വന്ന് ഇവിടെ സംസാരിക്കുന്നത്? കാര്യം ഇന്ന് ഹേമ കമ്മിറ്റിയുടെ ഒരു വരുമ്പോഴത്തേക്കിന് ഇതിലുള്ള പല ആളുകൾ, ഇതിനകത്ത് ജെനുവിൻ കേസസ് പലതും ഉണ്ടായിരിക്കാം. പക്ഷേ ജെനുവിൻ അല്ലാത്ത കുറേ ആളുകളെ എനിക്ക് ഈ ഒരു കേസിൽ മുന്നോട്ട് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അതിലാദ്യത്തേത് നമ്മുടെ ഈ ഒരു ജയസൂര്യ ഒരു ഇഷ്യൂ എന്ന് തന്നെ തുടങ്ങാം. ഇന്ന്, അതായത് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ജയസൂര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതിനകത്ത് പറയുന്നത് പോലെ നിരപരാധികൾ, തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടായി. അതായത് അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും അറിയില്ല, ഈ പറയുന്നതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ്. ഒരാളെ പീഡിപ്പിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വേദന ഉണ്ടാകുന്നുണ്ട് ഒരു പീഡന ആരോപണം, ഒരു ഫേക്ക് ആയിട്ടുള്ള പീഡന ആരോപണം ഒരാൾക്ക് കേൾക്കേണ്ടി വരുന്നു. അത്രത്തോളം ദുഃഖകരമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് തെളിയിക്കേണ്ടത് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി തന്നെയാണ്. മീഡിയാസോ ഞാനോ നിങ്ങളോ ആരും അല്ല തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്കിതിനകത്ത് ഫസ്റ്റ് ഈ ഒരു ജയസൂര്യക്കെതിരെ വന്ന് സംസാരിച്ചിട്ടുള്ള ആദ്യത്തെ ഇര, പേര് പറയുന്നില്ല, ആദ്യത്തെ ഇര വന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. കാര്യം ഞാൻ ലാസ്റ്റ് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ, മീൻസ് അതായത് ഈ ഒരു പുള്ളിക്കാരിയാണെങ്കിൽ ജയസൂര്യയുമായിട്ട് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നു എന്ന് പറയുന്ന ആ ഒരു വർഷത്തിന് ശേഷം നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2021 ശേഷം അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റോ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് മീൻസ് അതിനുശേഷം ഇവർക്കിടയിൽ എന്തൊക്കെയോ പിണക്കങ്ങളും നീരസങ്ങളും ഒക്കെ ഉണ്ടായതിൻ്റെ പേരിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും. പിന്നീട് നമ്മുടെ ഈ ഒരു രഞ്ജിത്തിൻ്റെ കേസൊക്കെ വരുമ്പോഴത്തേക്കിന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആ ഒരു ലേഡി എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നല്ല, ഒരുപക്ഷെ ഇങ്ങനെ ആവാമെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അതായത് പുള്ളിക്കാരിക്ക് ഒരു ക്യാരക്ടർ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ നേരെ ഇവിടെ കേരളത്തിലേക്ക് വിളിക്കുന്നു. ആ ഒരു ക്യാരക്ടർ നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ, അവസരം നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ ഒരു പ്രതികാരം തീർത്ത ഒരു രീതി എന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് പിന്നീട് അതിനെയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാണെന്നല്ല, ഇങ്ങനെ ആവാം. ഓക്കെ, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് പുള്ളിക്കാരി അന്ന് ഫസ്റ്റ് മീഡിയയുടെ മുന്നിൽ, ഫസ്റ്റ് അല്ല പിന്നീട് രണ്ടാമത് മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. 38 നടന്ന ആ ഒരു സംഭവത്തിൽ അദ്ദേഹം എന്നോട് മാപ്പ് പറയുകയും പിന്നീട് ഈ വർഷം വരെയും ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഒരു വാക്കുകൊണ്ട് പോലും, ഒരു നല്ല സുഹൃത്ത് എന്നതിലപ്പുറം ഒരു മെസ്സേജ് പോലും കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഓക്കെ, 2013 ആ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് ജയസൂര്യ കയറി പിടിച്ചതിന് ശേഷം, ഓക്കെ, കയറി പിടിച്ചതിന് ശേഷം ഇവരാണ് നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണ്. ഞാൻ എൻ്റെ ഈ ഒരു റിയൽ ലൈഫും തമ്മിൽ നല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാര്യം ഈ ഒരു വീഡിയോക്കകത്തോളം നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ എന്നെ നല്ല രീതിയിൽ തെറി വിളിക്കണമെന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷേ റിയൽ ലൈഫിൽ അത്രയ്ക്ക് വലിയ മോശപ്പെട്ട ഒരു വ്യക്തിയൊന്നുമല്ല. അതുകൊണ്ടായിരിക്കാം എൻ്റെ പല പെൺ സുഹൃത്തുക്കളും എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഓരോ പെൺകുട്ടികളുടെ ലൈഫിലാണെങ്കിൽ ഒരു ചെറുപ്പകാലത്തോ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലും ഒരു ബ്ലാക്ക് മാർക്ക് തന്നിട്ട് പോയിട്ടുള്ള ഒരു നീചൻ, ഒരു ചെറ്റ എപ്പോഴെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ ഒരു വ്യക്തിയെ പിന്നീട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഓർക്കാനോ അല്ലെങ്കിൽ ഒരു സൗഹൃദം പുലർത്താനോ ഒരിക്കലും അവർക്ക് കഴിയില്ല. എന്തിനു പറയുന്നത്, അവരെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ കാർക്കിച്ച് തുപ്പാൻ മാത്രമേ അവർക്ക് തോന്നൂ എന്നുള്ള രീതിയിലാണ് അവർ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു സമൂഹം നമുക്കിടയിൽ അല്ലെങ്കിൽ ഇങ്ങനെ പല പെൺകുട്ടികൾക്ക് ഇങ്ങനെ നേരിടുമ്പോൾ അവർ അതിനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന ഈ രീതിയിലാവുമ്പോഴത്തേക്കിന് ഈ ഒരു പുള്ളിക്കാരിയാണെങ്കിൽ കയറി പിടിച്ചു അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ സമ്മതമില്ലാതെ ഇത്രയും വലിയൊരു കാര്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് പിന്നീട് ആ ഒരു വ്യക്തിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കിന് ഓഫ് കോഴ്സ്
അവർക്കിടയിൽ ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് അത് തെളിയിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ പുള്ളിക്കാരിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഉണ്ട്. കാര്യം എന്താണ്, പുള്ളിക്കാരി മറ്റേ ഈ ഒരു വെൽഫെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ജയസൂര്യ പല പരിപാടികൾക്കും അവിടെ ഉദ്ഘാടനത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബെനിഫിറ്റ് ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷേ ഇവർക്കിടയിൽ പിന്നീട് എപ്പോഴും ഉണ്ടായിട്ടുള്ള നീരസത്തിൻ്റെ പേരിൽ പിന്നീട് ഇപ്പം ഇങ്ങനൊരു പ്രതികാരം തീർക്കാൻ പറ്റുന്നൊരു അവസരം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഇത് ഇങ്ങനെ പറയാൻ വരുന്നതാണോ എന്നുള്ളൊരു സംശയം എനിക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നുണ്ട്. ഓക്കെ, അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ? ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. ഓക്കെ, ജയസൂര്യ അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അല്ല, ജയസൂര്യ അല്ല എന്ന് വളരെ കൃത്യമായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്. അതേസമയം ആദ്യം മീഡിയ ഡെസ്കിന്റെ മുന്നിൽ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കിന് ഇത് ആര്, എന്ത്, എങ്ങനെ, എപ്പോ, എവിടെ വെച്ച്, എന്ത് എന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഹിൻസ് ഏതൊരു പൊട്ടനും മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു ഹിൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരുന്നു ഫസ്റ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്, ഈ പറയുന്ന വ്യക്തി ആരാണെന്നോ അല്ലെങ്കിൽ ആ ഒരു ഞാനിങ്ങനെ പറഞ്ഞ അയാളുടെ ഫാമിലി ഞാൻ പിന്നീട് നശിപ്പിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതേ വ്യക്തി പിന്നീട് വന്ന് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വിളക്കാം. ഇതിലും ആഘോഷമാക്കിയതാണ്. ഇപ്പം ഞാൻ തന്നെ പറയുകയാണ്, പിഗ്മാൻ എന്നാണ് സിനിമയുടെ പേര്, അവിര റബേക്ക എന്നാണ് സംവിധായകന്റെ പേര്. രമ്യ നമ്പീശൻ ഉണ്ടായിരുന്നു അന്ന്. രമ്യ നമ്പീശനാണ് നായിക. ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ബേക്കിൽ നിൽക്കാനല്ല, ഇച്ചിരി അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലും സാറിനൊക്കെ വിളിച്ചപ്പോൾ. അപ്പോൾ സാറ് ഷേക്കാൻ്റെ വന്നു, ആഹാ സോണിയ വന്നല്ലോ, ഇതാണ് ജയസൂര്യ, ഇതാണ് ഈ പടത്തിലെ ഹീറോ, ഇതാണ് രമ്യ നമ്പീശൻ എന്നാണ്. രമ്യ നമ്പീശനെ പരിചയപ്പെടുത്തുന്നു. ഓക്കെ, അങ്ങനെ വളരെ കൃത്യമായിട്ട് നടൻ ആരാണെന്നും അല്ലെങ്കിൽ ഏത് സിനിമയാണെന്നും ആ ഒരു സിനിമയ്ക്കകത്തിലെ നടൻ ആരാണെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് പുള്ളിക്കാരി തന്നെ ഇതിനകത്തൂടെ വന്ന് സംസാരിക്കുന്നുണ്ട്. അന്വേഷണ സംഘം വരും, കാരണം ഒരു 7 അംഗ സംഘത്തിനെ നമ്മുടെ സർക്കാർ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം വരും. ഇപ്പോൾ നിലവിൽ എനിക്ക് പരാതി ഇല്ലാത്തടത്തോളം ഈ പേരിന് പ്രസക്തിയില്ല. ഓക്കെ, അപ്പോൾ പരാതിയില്ല. ഇങ്ങനെ കയറി പിടിച്ച ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നീട് സംസാരിക്കുമ്പോൾ പരാതി കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. പരാതിപ്പെടണോ പരാതിപ്പെടണ്ടായോ എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് പുള്ളിക്കാരി ഒന്ന് പരാതിപ്പെടുന്നുണ്ട്. അപ്പം ഫുള്ള് ഡീറ്റെയിൽസ് ജാതക സഹിതമാണെങ്കിൽ പോലീസിനാണെങ്കിൽ വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ വെക്കാം. പറയാത്തൊരു കാര്യം, മീഡിയയോട് പറയാത്തൊരു കാര്യം, അദ്ദേഹത്തിന്റെ പേര് അന്വേഷണ കമ്മീഷന് മുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. കേസ് രജിസ്റ്റർ ചെയ്തു അവർ. ഇനി അടുത്ത നടപടികളിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കണം. ഓക്കെ, കേസ് രജിസ്റ്റർ ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ടുള്ള നടപടി കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി നമ്മളിങ്ങനൊരു കേസ്, ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഇങ്ങനൊരു കാര്യത്തേക്ക് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യേണ്ടുന്ന ഒരു സാധനം വെച്ചാൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നൊരു സാധനമാണ്. കാര്യം ഏതൊരാൾക്കും ആരെ പറ്റിയിട്ട് വേണമെങ്കിൽ എന്ത് ആരോപണം പറയാം. നാളെ ഈ പറയുന്ന എനിക്കെതിരെയാണെങ്കിലും വന്നിട്ട് ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും പറയാം. വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന നിങ്ങൾക്കെതിരെയാണെങ്കിലും ആർക്കും നാളെ വന്നിട്ട് ഒരു ആരോപണം പറഞ്ഞെന്ന് വരാം. പക്ഷേ ഇത് ബാക്കിയുള്ള ചുറ്റുമുള്ള ആളുകൾ കണ്ട് വിശ്വസിക്കണം, അല്ലെങ്കിൽ ഇത് കേട്ട് വിശ്വസിക്കണമെങ്കിൽ ഈ പറയുന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ ഈ ഒരു പേരിൻ്റെ ഒപ്പമാണെങ്കിൽ ഒരു ഡോക്ടർ ചേർന്ന് വരുന്ന ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അത് റിപ്പോർട്ടർ TV-യിലാണെങ്കിൽ നല്ല രീതിയിൽ വെച്ച് അലക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിറ്റി നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതിനകത്ത് തന്നെ. ഞാൻ അതുകൂടെ ഇവിടെ പ്ലേ ചെയ്യാം. താങ്കൾക്ക് ഒരു ഡോക്ടറേറ്റ് ഉണ്ടെന്ന് താങ്കൾ പറയുന്നു, ശരിയാണോ? അതെ. ആ ഡോക്ടറേറ്റ് ആര് തന്നതാണ്? ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി USA, അതിവിടുത്തെ ISRO ചെയർമാനാണ് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ. O മാധവൻ സാർ. ഓ മാധവനോ? സോഷ്യൽ വർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ്, കാശ് കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവരിങ്ങോട്ട് ഓണററി ആയിട്ട് തന്നതാണ്. ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അമേരിക്കയിലെ സർവകലാശാല വേറെന്താണ് സംശയം? താങ്കളുടെ സേവന പ്രവർത്തനങ്ങളെ മാനിച്ചു നൽകിയ ഡോക്ടറേറ്റ് ആണോ? അതെ 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 അതെ. അത് തന്നത് നമ്മുടെ ISRO ചെയർമാനാണ്, നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചിട്ടായിരുന്നു ആ ചടങ്ങ്. ഗുഡ്വിൽ സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരും കേരളത്തിൽ വെച്ച് മാധവൻ സാർ സമ്മാനിക്കുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. എനിക്കറിയില്ല. ഞാൻ അമേരിക്കൻ സർവകലാശാലയുടെ ഒരുപാട് ആളുകൾക്ക് അമേരിക്കൻ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക? അത് PhD സർവകലാശാല അല്ല, അത് ഓണററി. ഒരു സെക്കൻഡ് അരുൺ സാർ, അത് PhD പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല. ഇത്തരം ആളുകൾക്ക്, അതായത് ഒരു പ്രത്യേക മേഖലകളിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ്. അതൊരു സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം, അല്ലാതെ MBBS ഡോക്ടർ എന്ന് പറഞ്ഞ് അതിനെ മിസ്യൂസ് ചെയ്തുകൂടാന്ന് മാത്രമേ. മാധവൻ സാർ ആ സർവകലാശാല പഠിപ്പിക്കുന്നില്ലല്ലോ. ആ സർവകലാശാലയുടെ ഡയറക്ടർ ബോർഡിൽ മാധവൻ സാർ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് മാധവൻ സാർ അമേരിക്കൻ സർവകലാശാല എനിക്കൊരു PhD കിട്ടിയിട്ടില്ല. എനിക്ക് 1-2 സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അല്ല സാർ. അതാണ് നിങ്ങൾക്ക് വ്യത്യാസം. ഇത് അതിന്റെ അണ്ടർ അറ്റ് എ ടൈം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് ഉൾട്ടടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ ഒരുമാതിരി
നേരത്തെ നമ്മുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, ആ ഒരു ഇഷ്യൂവിനകത്ത് എന്നെ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അപ്പം ആ ഒരു ഇഷ്യൂവിനകത്ത് ആ ഒരു ലേഡി ഒന്ന് സംസാരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഏതാണ്ടൊക്കെ അതേപോലത്തെ ഫീൽ സാധനങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒരു വിവരമില്ലാത്ത രീതിയിൽ എന്തൊക്കെയാണോ സംസാരിക്കുന്നത്, ആദ്യം ഒന്ന് പറയുന്നു, തിരിച്ച് രണ്ടാമത് പറയുന്നു. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിൽക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർവകലാശാല നടത്തുന്ന PhD ഡോക്ടറേറ്റ് അല്ല. ഇതെല്ലാ കാലത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള എല്ലാ കാലത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒക്കെ തോന്നുന്ന പോലൊക്കെ കൊടുക്കുന്നതാണോ? ഇത് എന്തോന്നില്ല, ഇത് മറ്റേ റോഡരികിലാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോഴേക്കും ഓരോ കളിപ്പാട്ടങ്ങൾ വെക്കുമല്ലോ, അതുപോലെ എടുത്ത് കൊടുക്കുന്ന സാധനമാണ് ഈ പറയുന്ന PhD ഡോക്ടറേറ്റ് ഒക്കെ പറയുന്നത്. എന്തോ ഇവർ എൽ കെ ജി വിദ്യാഭ്യാസം മാത്രമാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ. കാര്യം LKG പഠിക്കുന്ന പിള്ളേർക്ക് വരെ അറിയാം ഈ PhD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ റോഡരികിൽ നിന്ന് വിറ്റ് കിട്ടുന്ന സാധനമല്ലെന്ന്. മിസ്യൂസിങ്, അതായത് ഡോക്ടറാണെന്ന വ്യാജാനെ നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാതെ നമ്മുടെ പേരിന് മുമ്പിൽ ആ ഡോക്ടർ വയ്ക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. എന്താന്ന് ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ കയറി ഓപ്പറേഷനും സർജറിയും ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രശ്നം ഉണ്ടാവുക, അല്ലാതെ നമുക്ക് ഡോക്ടർ എന്നുള്ള പേര് ചേർത്ത് വെക്കാവുന്നത്. എന്ത് തേങ്ങയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം പൊട്ടന്മാരാണ്. ഇതൊരു യൂട്യൂബ് ചാനലിലോ ഒരു മീഡിയയുടെ ഓൺലൈൻ മീഡിയയുടെ മുന്നിലോ ഒന്നും അല്ല വന്ന് നിന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇത്രയും പ്രേക്ഷകര് കാഴ്ചക്കാരുള്ള ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ചാനലിൽ വന്നിരുന്നിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഇത്രയും വലിയൊരു കള്ളം, ഇത്രയും ജനലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ ഒരു വാർത്താ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും വലിയൊരു കള്ളം പറയുന്ന ഒരു വ്യക്തി ഇത്തരം ഒരു കാര്യം പറയുമ്പോഴത്തേക്കിന് ഇനി നമുക്ക് എങ്ങനെയാണ്ടേ അത് പരിപൂർണമായിട്ട് നമുക്ക് പുള്ളിക്കാരി പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റണേ? എനിക്കും അങ്ങനെയാണ് കേരള സർവകലാശാലയില് ഒരു പ്രബന്ധം എഴുതി 11 വർഷക്കാലം ഗവേഷണം നടത്തി കിട്ടിയ PhD ആണ്. ഓക്കെ സോറി, അതിന്റെ അറിവില്ലായ്മയായിരിക്കും. ശരി താങ്ക് യു. ഓക്കെ ഞാൻ അങ്ങനെ പഠിച്ചല്ല. ഞാൻ അതിന്റെ സർവകലാശാലയിലെ പ്രബന്ധത്തിന്റെ കോപ്പിയും എന്റെ ആർട്ടിക്കിളുകളും UGCയുടെ അംഗീകൃത ജേർണലുകളിലുമുണ്ട്. ഓക്കെ നോ പ്രോബ്ലം, കുഴപ്പമില്ല. എനിക്ക് തോന്നി എപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടതുമല്ല, എനിക്ക് കൂടുതൽ അങ്ങയെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. നേരത്തെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയെ പരിചയപ്പെട്ടിട്ടുണ്ട്, ആ സമയത്ത് അരുൺകുമാർ ആയിരുന്നു. പിന്നെ താങ്കളുടെ ഡോക്ടറേറ്റ് വ്യാജമാണ്, ശരിയല്ലേ? അത് ഇപ്പൊ നിങ്ങൾ തെളിയിക്കൂ, എനിക്കറിയില്ല, ഞാൻ അതിന്റെ പുറകെ പോയിട്ടില്ല. അല്ല, ഗുഡ്വിൽ സർവകലാശാല എന്ന് താങ്കൾ പറഞ്ഞു, പക്ഷേ സർവകലാശാല അല്ലാതെ താങ്കൾ തന്നെ പറഞ്ഞു കമ്മീഷന് വെക്കാൻ പ്രൈവറ്റ് ഏജൻസിയുടെ PhD ആണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പ്രൈവറ്റ് ഏജൻസിയുടെ ഡോക്ടറേറ്റ് ആണെന്ന് പറഞ്ഞു. അതായത് ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി. ഞാനൊരു കാര്യം ചെയ്യാം. ഇത്തരം ആളുകളെ നമ്മളെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആളുകളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം. നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹിന്റ് തന്നെങ്കിൽ ഞാൻ ആ നമ്പറെല്ലാം എടുത്തിട്ട് വന്നേനെ. നിങ്ങൾക്ക് നേരിട്ട് തന്നെ തരാം, നിങ്ങൾക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാം ഏത് തരത്തിൽ അവർ അംഗീകൃതം ഉണ്ടോ അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഡോക്ടറേറ്റ് എന്ന് പറയുന്ന PhD ഡോക്ടറേറ്റ് എന്നുള്ള അമേരിക്കയിൽ പോയതിനു ശേഷമാണോ ഡോക്ടറേറ്റ് കിട്ടിയത്? ഞാൻ അമേരിക്ക കണ്ടിട്ടുകൂടിയില്ല. അതായത് ഞാൻ പറയട്ടെ അരുൺ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിടരുത്. ഇതിപ്പം ഇതിനേക്കാൾ ക്രെഡിബിലിറ്റി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ ഞാൻ അതിലേക്കൊന്നും പോയില്ല. താങ്കൾക്കെതിരെ താങ്കളുടെ PhD എന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. അതവിടെ നിന്നോട്ടെ. അത് നോക്കൂ, താങ്കളുടെ PhD വ്യാജമാണ് എന്നുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് താങ്കൾ ഉന്നയിച്ച ആരോപണം റദ്ദാക്കപ്പെടുന്നില്ല. ഇനി എന്റെ ചോദ്യം അത് വ്യാജമാണെന്നുള്ള കാര്യത്തിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബോധ്യമാണ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ, ആ ഒരു ഗട്ട്സ് കാര്യങ്ങളൊക്കെ സമ്മതിച്ചേ പറ്റില്ല. കാരണം ഇത്രയും ജനലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്താ ചാനലിലൂടെ വന്നിരുന്ന പുള്ളിക്കാരി പറയാണ് അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഈ മലയാളികളെല്ലാം പൊട്ടന്മാരാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ നിങ്ങൾ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്, പൊട്ടന്മാരാണോ മലയാളികൾ? ഇത്രയും ചാനലിൽ മുന്നേ വന്നിരുന്നിട്ട് പറയുകയാണ് ഇതുപോലൊരു എന്താ പറയുക, ഒരു ഡോക്ടറേറ്റിൻ്റെ കാര്യം വന്ന് ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ട് ഇത്രയും ഇമ്മച്ചുവർഡായിട്ട് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്ര വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനൊരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുക എന്നുള്ളത് ആലോചിക്കേണ്ടതാണ് ഈ ഒരു ഇര. ഓക്കെ, കാര്യം എന്താ പറയുക, ഒരാളുടെ ഫാമിലി അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയെ മൊത്തം തന്നെ ബാധിക്കുന്ന രീതിയിൽ വലിയ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ച് നിൽക്കുമ്പോഴും ഇവർ വന്നിട്ട് ഈ ഒരു ചാനലിലൂടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിട്ടുണ്ട്, സീരിയസ്ലി പറയാണ്. ഇനി രണ്ടാമത്തെ വന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ ഞാൻ ഇവിടോട്ട് വെക്കാം. നിയമം അനുസരിച്ചാണ് ഞാനിപ്പോൾ മുഖം കാണിക്കാത്തത് കേട്ടോ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് താങ്കൾ പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്, ലൈംഗികാരോപണമാണ്. അപ്പോൾ എനിക്കതിൽ പ്രശ്നമില്ലെങ്കിലോ? അല്ല, അത് നിയമവ്യവസ്ഥ എനിക്കതിൽ പ്രശ്നമില്ലെങ്കിലോ? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിയിൽ അത് പറയേണ്ടി വരും, അതാണ് പ്രശ്നം. ഇപ്പോ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ടാണ്. താങ്കൾക്കത് ആ ധൈര്യമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. എനിക്ക് മൈ ടൈം ഇസ് വെരി ഇമ്പോർട്ടന്റ്.
നിനക്കൊന്നും അത്ര വലിയ വിഷമം. ഒന്ന് നിങ്ങൾക്ക് മുഖം കാണിച്ചു തന്നെ പറയണമെന്നാണോ? കണ്ടില്ലേ എത്ര ഇമ്മച്ചോടായിട്ടാണ് മറ്റേ കൊച്ചു പിള്ളേർക്ക് മുട്ടായി വാങ്ങിച്ചു കൊടുക്കാനെ കൊണ്ട് പറയുമ്പോഴത്തേക്കിന് വാങ്ങിച്ചു കൊടുക്കാത്തപ്പോൾ പിണങ്ങി കൊച്ചു കുട്ടികൾ പോകത്തില്ലേ, അതേപോലെയാണ് ഒരു ചാനലിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ എണീച്ച് പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് കൂടെ എത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു സാധനങ്ങളാണ് നിങ്ങൾ പുറത്തോട്ട് ഇട്ടിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഇത്രയും ഇമ്മച്ചോടെ ഇത്രയും മെച്യൂരിറ്റി നിങ്ങൾ കാണിക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു നെഗറ്റീവ് ഫെയിം എന്നുള്ള രീതിയിൽ മാത്രം എനിക്കിതിനെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. എങ്ങനെ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എനിക്ക് കുറച്ച് ഫെയിം ആവണം, അതിന് ഞാൻ പറയും എന്നുള്ള രീതിയിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, കാര്യം ഒരു ഇര വന്ന് സംസാരിക്കുമ്പോൾ അതിന് കാണിക്കേണ്ട ആ ഒരു ഇരയോട് കാണിക്കേണ്ട കുറച്ച് റെസ്പെക്റ്റ് ഉണ്ട്, മര്യാദ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ചാനലിലെ മുഖം ബ്ലർ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യണം, അത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഓക്കെ, അവരത് ചെയ്യുന്നു. അപ്പം ഇല്ലില്ല പറ്റില്ല, എൻ്റെ മുഖം കാണിക്കണം. പിന്നെ ചേടാ, എൻ്റെ മുഖം കാണിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇവിടെ വന്നത്, നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. ഞാനെന്നാ വല്ല ഓൺലൈൻ മീഡിയയ്ക്കും ഇൻ്റർവ്യൂ കൊടുക്കത്തില്ലായിരുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, തെളിവുകളെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ തന്നെ പറയുന്നത് തന്നെയാണ് തെളിവ്, ഏറ്റവും വലിയ തെളിവ്. അത് അവർ ചെയ്തില്ല എന്ന് അത് തെളിയിക്കേണ്ടത് അവരുടെ ചുമതല. ഞാൻ വിക്റ്റിമാണ്, ഞാൻ കണ്ടില്ലേ, ഞാൻ വിക്റ്റിമാണ്. അതെ, നിങ്ങൾ വിക്റ്റിമാണ്. അതുകൊണ്ടാണ് അവരാണെങ്കിൽ ആ ഒരു മീഡിയയുടെ മുന്നിലാണെങ്കിൽ നിങ്ങളുടെ മുഖമെല്ലാം ബ്ലർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള. ഞാൻ വളരെ കൃത്യമായിട്ട് ഈ ഒരു ലേഡിക്ക് അറിയാം, ഒരു സ്ത്രീക്കാണെങ്കിൽ സ്ത്രീ പറയുന്നതാണ് ഇവിടുത്തെ ശരി, അല്ലെങ്കിൽ സ്ത്രീ പറയുന്നതായിരിക്കും ഇവിടെ കൂടുതൽ ആളുകൾ കേൾക്കുക എന്നൊക്കെത്തേക്കിന് ഉള്ള കൃത്യമായിട്ടുള്ള ബോധ്യം അവർക്കുണ്ട്. ഓക്കെ, ആ ഒരു ബോധ്യം വെച്ചുകൊണ്ട് ഒരിക്കലും അതിനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല, ആ ഒരു പ്രിവിലേജിനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല, പ്ലീസ്. ഓക്കെ, കാര്യം നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ ആ ഒരു പ്രിവിലേജിനെ മിസ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫിലിം സെറ്റിൽ ഇങ്ങനെ റിയലി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അനുഭവിച്ച് അതിൽ നിന്ന് സഫർ ചെയ്ത് ട്രോമയിലേക്ക് വരെ എത്തിയിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഓക്കെ, അവർക്കെല്ലാം ഒരു പ്രചോദനമായിട്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു ഇന്നല്ലെങ്കിൽ നാളെ നീതി കിട്ടുന്ന അവരിൽ പല ആളുകളും വിചാരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഒരുമാതിരി കോമാളിത്തരം കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറായിട്ടുള്ളൊരു പരിപാടിയാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് നീതി കിട്ടേണ്ടത് മീഡിയാസിൻ്റെ മുന്നിൽ നിന്നല്ല, നിങ്ങൾക്ക് നീതി കിട്ടേണ്ടത് നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥയുണ്ട്, കോടതിയിൽ നിന്നാണ് നിങ്ങൾക്ക് നീതി കിട്ടേണ്ടത്. ഇപ്പം നിങ്ങളിവിടെ വന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു രീതിയിൽ നിങ്ങളെ കാണിക്കുന്ന എന്താ മീഡിയസ് ഉള്ളതുകൊണ്ടല്ലേ പുറലോകം അറിഞ്ഞത് ഇത്തരം കാര്യങ്ങൾ, അത് ഇത് മാങ്ങാ തേങ്ങ ചക്ക എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു ലേഡി രേവതി സമ്പത്തൊക്കെ വന്ന് സംസാരിക്കുമ്പോഴും അവർ മീഡിയസിന് വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് പുള്ളിക്കാരി സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയാണ്. അതിനകത്തും ഒരുപാട് എന്താ പറയുക മിസ്റ്റീരിയസ് ആയിട്ട് കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. അത് നമ്മൾ വേറെ ടോപ്പിക്കായിട്ട് നമുക്ക് അതിനകത്ത് സംസാരിക്കാം. ഓക്കെ, അപ്പം ഈ ഓരോ ലേഡീസ് വന്ന് സംസാരിക്കുമ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. ഓക്കെ, മേ ബി ഇതിനകത്ത് ഉണ്ടാവാതെ ഇരിക്കാം. പക്ഷേ ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള പേരുകൾ ഓരോന്നും ഇരകൾ വന്നിട്ട് ആരോപണം ഉന്നയിച്ചിട്ടുള്ള പേരുകൾ മാത്രമാണ്. ആൻഡ് ഇതുവരെ ഒരു നടനെയും നമ്മുടെ നിയമത്തിൻ്റെ മുന്നിൽ ഒരു കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ നിയമം കുറ്റക്കാരനാണെന്ന് ഇതുവരെ പറയുക ഉണ്ടായിട്ടില്ല. ഓക്കെ, ആൻഡ് ഈ ഒരു ബാക്കിയുള്ള എല്ലാ മേഖലയിലും നടക്കുന്ന പോലെ സിനിമാ മേഖലയിലും ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റാർഡംസ്, കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന ആളുകൾ കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് റീച്ചിലേക്ക് ഈ ഒരു ഇഷ്യൂ എത്തപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇതുപോലെ ഇരയാക്കപ്പെടേണ്ടി വന്നിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും നീതി കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷേ ആ ഒരു നീതി കിട്ടേണ്ടതിന് ഇത്തരം ചില ആളുകൾ വന്നിട്ട് ആ ഒരു പ്രിവിലേജിനെ മിസ്യൂസ് ചെയ്യുന്ന പോലത്തെ പരിപാടി ദയവേത് നിങ്ങൾ കാണിക്കാതിരിക്കുക. കാരണം നീതി കിട്ടേണ്ടവർക്ക് പോലും അത് കിട്ടാതായി പോകും. കാര്യം നാളെ ഒരാൾ വന്നിട്ട് ഇതുപോലെ സത്യം വിളിച്ച് പറയുമ്പം അപ്പോഴും ആളുകൾ ചിന്തിക്കും ഇതൊരു നെഗറ്റീവ് ഫെയിമിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ വരുന്നത്, അല്ലാതെ നിങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ എന്നൊക്കെ പല ആളുകളും ചിന്തിക്കും. ആൻഡ് ഇപ്പം ജയസൂര്യ ആ ഒരു കേസ് ഞാൻ പറയുമ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസമാണ് ചിന്തിച്ചത്. കാര്യം നമ്മുടെ മുമ്പത്തെ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ കുറേ നാളുകൾക്ക് മുന്നേ. അപ്പോൾ ആ ഒരു ഇഷ്യൂവിനകത്ത് ആ ഒരു ലേഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു, നീ എന്തോ ആവശ്യപ്പെട്ടത് സമ്മതിക്കാത്തത് കൊണ്ടല്ലേടാ നീ ഇപ്പം എനിക്കെതിരെ ഇങ്ങനെ വീഡിയോ ഇട്ടേക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് പുള്ളിക്കാരൊരു ടാസ്ക് ഇറക്കി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ സാധനം ഹിറ്റ് ചെയ്തു. കാര്യം എൻ്റെ അടുത്ത് ഞാനൊന്നും ചെയ്യാതെ ഒന്നും സംസാരിക്കാതെ എൻ്റെ അടുത്ത് അങ്ങനൊരു കാര്യം ചെയ്തൊരാൾ, അപ്പം ഈ ഒരു ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ജയസൂര്യ പോലൊരു സ്റ്റാർഡം ആകുമ്പോഴത്തേക്കിന് ഇവർക്കിടയിൽ എന്തെങ്കിലും സ്വരച്ചേർച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്കെതിരെ എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യം ഉപയോഗിച്ചുകൂടാ? ഓക്കെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. സോ പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ജെന്യൂനായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ഇത്തരം വന്നിട്ട് കോമാളിത്തരങ്ങൾ കാണിച്ചിട്ട് അവരുടെയും കൂടെ നീതി നിഷേധിക്കപ്പെടാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്.